മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കുഴലപ്പമാണ്. ഇത് നമുക്ക് ചായക്കായിക്കോട്ടെ കാപ്പിക്കായിക്കോട്ടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറുമുറ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണിത്. എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്കൊന്ന് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ml മെഷർമെൻറ്റ് കപ്പിന് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ നാളികേരം, ഒരു 5 കൊച്ചുള്ളി, 2 വെളുത്തുള്ളി, 1 ടീസ്പൂൺ എള്ള്, 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഈ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ശേഷം നമ്മൾ ഉള്ളി, വെളുത്തുള്ളി എല്ലാം ചേർത്ത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ അരിപ്പൊടി ഒന്ന് ചെറിയ തോതിൽ വറുത്തെടുക്കണം. ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ ഉള്ള അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷെ അത് വറുത്തെടുക്കണം, ചെറിയ രീതിയിലൊന്ന് ചൂടാക്കിയിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിപ്പൊടി മാറ്റി വെച്ച ശേഷം നമുക്ക് ഈ നാളികേരവും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടി അരച്ചത്, നമ്മൾ എത്ര അരിപ്പൊടിയാണോ എടുത്തത് അതേ കപ്പിന് ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഈ കപ്പിന് 1/2 കപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളൂ, കൂടുതൽ എടുക്കരുത്. ഇനി കൂടുതൽ ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് വേറെ തിളപ്പിച്ച് എടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മൾ ഈ അരപ്പിൽ ചേർക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് തിളപ്പിക്കണം. അതിൻ്റെ മുന്നേയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു ലേശം ഉപ്പ് മുന്നിൽ നിൽക്കണം. ഈ അരപ്പിൽ ചേർക്കുമ്പോൾ നമ്മൾ പൊടിയിലേക്കും ഒക്കെ പാടെ ചേർത്തിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സ്റ്റൗ ഓൺ ചെയ്ത് നന്നായിട്ട് തിളപ്പിക്കണം. ചെറിയ തോതിൽ ഈ നാളികേരവും ഉള്ളിയൊക്കെ അരച്ചതൊന്ന് വെന്ത് കിട്ടണം. നമുക്ക് പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറണം. പച്ചയായതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് തിളച്ച് കിട്ടുന്ന സമയത്താണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ അരിപ്പൊടിയും ചെറിയ രീതിയിലൊരു ചൂടുണ്ട്. ആ ചൂടുള്ള പൊടിയിലേക്ക് തന്നെ നമ്മളിത് ഒഴിച്ചു കൊടുക്കണം. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ എനിക്ക് ഈ വെള്ളം ചേർത്തിട്ടുള്ളത് മാത്രമാണ് വേണ്ടി വന്നുള്ളൂ. കൂടുതൽ വെള്ളം തിളിക്കുന്ന എനിക്കിനി ആവശ്യം വന്നിട്ടില്ല. അത് ഓരോ അരിപ്പൊടിക്കും ഓരോ വ്യത്യസ്ത മാതിരി അരിപ്പൊടിയിൽ വെള്ളം ചേരും. അതുകൊണ്ടൊരു ലേശം കൂടിയും 1/4 കപ്പും കൂടിയും വെള്ളം തിളപ്പിച്ച് നമ്മൾ വെക്കുന്നത് നല്ലതാണ്. പക്ഷേ എനിക്ക് ഇത്രയും വെള്ളം മതിയാവും. ഇനി ചേർക്കുമ്പോൾ തിളപ്പിച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. നന്നായി ഇതെല്ലാം യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് നേരം നമ്മളൊന്ന് അടച്ചു വെക്കണം. നമ്മൾ ഈ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കില്ല, ആ സമയത്ത് നമ്മൾ ചെയ്യണ അതേമാതിരി തന്നെയാണ് ഇപ്പോഴും ചെയ്തു കൊടുക്കേണ്ടത്. 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാനുള്ള ചൂടേണുള്ളൂ. നന്നായിട്ട് മാർദ്ദവത്തിൽ കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കയ്യിലൊക്കെ ഒരു ചെറുതായി ഒട്ടുന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചതൊരു ബോളാക്കി ഉരുട്ടിയെടുക്കണം. വീണ്ടും നമ്മൾ 2-3 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. ഒന്ന് തേച്ചിട്ട് വേണം അത് കുഴച്ചെടുക്കാൻ. നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. എന്നാലാണ് നമുക്കത് ചെറിയതായിട്ട് പരത്തിയെടുക്കാനൊക്കെ പറ്റുള്ളൂ. ഒരു 2-3 മിനിറ്റ് നേരം അടച്ച് വിട്ടിരിക്കട്ടെ. ഒരു 3 മിനിറ്റ് കഴിഞ്ഞ ശേഷം കണ്ടോ, ഇതുപോലെ നമുക്കിങ്ങനെ വിരൽ വെച്ച് താഴ്ത്തുമ്പോൾ താണു പോണ മാതിരി ആവണം. നമുക്കിനി വെള്ളമൊന്നും ചേർക്കണ്ട. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എള്ള് ചേർത്ത് കൊടുക്കാം, പകുതി. നമ്മൾ മാവ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചാണ് എള്ളും ജീരകമൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്കിപ്പോൾ ഇതിൻ്റെ പകുതിയാണ് വേണ്ടി വന്നുള്ളൂ. വീണ്ടും നമുക്ക് ആ ചേർത്ത് കൊടുത്ത എള്ളും ജീരകമൊക്കെ ഒന്ന് മിക്സാക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് തന്നെ എടുക്കാം. ഇനി ഇത് ചെറിയ ബോളുകളാക്കി എടുക്കണം. ഇതുപോലെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വേണം ഇത് ഉരുട്ടിയെടുക്കാൻ. കൂടുതൽ വലിയ ഉരുളയാൽ നമുക്ക് കൂടുതൽ വലിയ കുഴലപ്പായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ എനിക്ക്
15 ഉരുളയാണ് കിട്ടിയിരിക്കുന്നത്. അത് നന്നായിട്ട് ഉരുട്ടി എടുക്കണം. ഇതുപോലെ ഉരുട്ടിയെടുക്കണം. നമുക്കത് വീണ്ടും ഇനിയൊന്ന് അടച്ച് വയ്ക്കാം. കാരണം ഇത് പെട്ടെന്ന് നമുക്ക് ഡ്രൈ ആയി പോവും ഈ ഉരുളകൾ. അതുകൊണ്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഓരോന്ന് നമ്മൾ പരത്താൻ മാത്രം എടുത്താൽ മതിയാവും. ഇനി വേണ്ടത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ്. നമ്മൾ ചപ്പാത്തി പരത്തുന്ന പലകയുടെ മുകളിൽ വെച്ചു. ഞാൻ ഈ വെളിച്ചെണ്ണയുടെ കവറാണ് മുറിച്ചെടുത്തത്, ക്ലീൻ ചെയ്തെടുത്തതാണ്. അതിൽ നന്നായിട്ട് ഇതുപോലെ എണ്ണ പുരട്ടി കൊടുക്കണം, എണ്ണ തൂവി കൊടുക്കണം. എന്നിട്ട് ഓരോ ബോൾ എടുത്ത് വയ്ക്കാം. കയ്യിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് ഇത് ഒന്നും കൂടി ഉരുട്ടാം. നല്ല ബോളാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു പ്ലേറ്റ് എടുക്കണം. അതിൻ്റെ പുറത്തും കുറച്ച് എണ്ണ തൂവിയിട്ട് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വട്ടം എത്രത്തോളം വേണം വെച്ചാൽ അതിനനുസരിച്ച് ഈ പ്ലേറ്റിൻ്റെ വട്ടം മാറ്റണം. ഞാനിപ്പോൾ ഇത്രയും പോന്ന വട്ടത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി അതേ പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ട് തന്നെ നമുക്കത് കുഴലാക്കിയിട്ടെടുക്കാം. ചെറിയ രീതിയിലൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. എന്നാൽ ഇതുപോലെ കുഴലായിട്ട് കിട്ടും. രണ്ടറ്റവും നമുക്കൊന്ന് കൈയിൻ്റെ വിരൽ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. നമ്മൾ വിരൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ചെയ്താലും നന്നായിട്ട് നല്ല വൃത്തിയിൽ കിട്ടും. രണ്ട് സൈഡും കണ്ടില്ലേ നല്ല കുഴലായിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും ഞാൻ വേറെ രീതിയിലൊന്നും കൂടി പരത്തി കാണിക്കുകയാണ്. ഇതുപോലെ പ്ലേറ്റ് വെച്ചിട്ടൊന്ന് പരത്തിയ ശേഷം നമുക്ക് ചപ്പാത്തിയുടെ കോല് ഒന്നും കൂടി നമുക്ക് ഉരുട്ടിയെടുക്കാം. ഒന്ന് നീട്ടിയിട്ടാണ് ഞാനത് പരത്തുന്നത്. പിന്നെ നല്ല ഷാർപ്പായിട്ടുള്ള വക്ക്, നല്ല ഷാർപ്പായിട്ടുള്ള ഒരു ഗ്ലാസ് വെച്ചിട്ട് അതൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ വലുതായിട്ട് നമുക്ക് പരത്തിയെടുക്കുകയാണെങ്കിൽ കുറേ റൗണ്ടുകൾ ഇതുപോലെ എടുക്കാം. ഞാനിപ്പോൾ ഓരോന്നായിട്ടാണ് ഇതുപോലെ ചെയ്യണം. അതും ഈ കവറിൻ്റെ മീതെ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ രണ്ട് സൈഡ് ഒട്ടിച്ചിട്ട് എടുക്കാം. അതുപോലെ എല്ലാം ഞാൻ കുഴലാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കുഴി ഉള്ള ഒരു ചീനച്ചട്ടി എടുക്കുന്നതാവും നല്ലത്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ. ഓരോന്നായിട്ട് നമ്മൾ ഒഴിച്ച എണ്ണ എത്ര ഉണ്ടോ അത്രയും നമുക്കതിൽ ഇളക്കിയെടുക്കാൻ പാകത്തിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 6 എണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് നമുക്കൊരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ തിരിച്ചിടണം. രണ്ട് സൈഡ് ഒരുപോലെ മൂത്ത് കിട്ടണം. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ തന്നെ ഇത് വെച്ച് കൊടുക്കണം. കുറച്ചൊക്കെ ചൂട് വേണം ഇതിന്. എന്നാലാണ് നമുക്ക് ഈ കുഴലപ്പം രണ്ട് സൈഡും വെന്ത് കിട്ടുള്ളൂ. തീരെ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മൂത്ത് കിട്ടില്ല. അതുകൊണ്ട് ഇതുപോലെ കുറച്ച് എണ്ണ ചൂടായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ എല്ലാം ഒന്ന് മറിച്ചിട്ട ശേഷം 2-3 മിനിറ്റും കൂടി എണ്ണയിൽ കടന്നു കഴിഞ്ഞാൽ അത് കോരിയെടുക്കാൻ പാകത്തിലാവും. വല്ലാതെ ഇത് ബ്രൗൺ കളറാവണമെന്നില്ല. ചെറിയ രീതിയിലൊന്ന് കളറ് ചേഞ്ചായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ കിട്ടും നമുക്കിത്. എല്ലാം ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മളെല്ലാം അരച്ച് നമ്മൾ തന്നെ ചേർക്കുന്നതുകൊണ്ടും നല്ല വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഒരെണ്ണം ഇതുപോലെ മുറിച്ച് നോക്കുമ്പോൾ കണ്ടില്ലേ നല്ല കറുമുറായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.